ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനൊരു ചെമ്പല്ലി വറുത്തരച്ച കറിയാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചെമ്പല്ലിയൊക്കെ കൂട്ടം വെച്ചിട്ടുണ്ടാവും. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ റെസിപ്പി അനുസരിച്ച് ഞാൻ ചെയ്യുകയാണ്. അത് ആർക്കെങ്കിലും പ്രയോജനമാവട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പം ചെമ്പല്ലിയെല്ലാം ഞാൻ ക്ലീനാക്കി ചെറുതായിട്ട് പീസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ചേരുവ, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, ഉലുവാപ്പൊടി, ഇത്രയും ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടുന്നത് കുടംപുളിയാണ്. അത് ഞാൻ കഴുകി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. തേങ്ങ, ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം തേങ്ങ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഒരുപാട് ഗ്രേവിയൊക്കെ വേണ്ടുന്നവർക്ക് കൂടുതൽ തേങ്ങ ചേർക്കാം. ഇപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് തയ്യാറാക്കാം. പിന്നെ കരിവേപ്പില വേണമല്ലോ, എല്ലാത്തിനും കറിവേപ്പില ഇടുന്നത് നല്ലതാണ്. ഇവിടെ കരിവേപ്പില തൊടിയിലുള്ളത് കൊണ്ട് ഞാൻ ഒരുപാട് കരിവേപ്പില ചേർക്കുന്നുണ്ട് എല്ലാത്തിനും. ഇപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മളൊരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചത് നമുക്ക് ഇളക്കുന്നതിന് ബുദ്ധിമുട്ട് വരത്തില്ല, പെട്ടെന്ന് മൂത്ത് കിട്ടുകയും ചെയ്യും. ഇനി നമ്മളിതിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിനി ഇതിലേക്ക് ഒരു 2 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ഞാൻ വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞേക്കുവാണ്. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ നന്നായിട്ട് മൂക്കട്ടെ. നമ്മുടെ തേങ്ങ എല്ലാം ഒരുവിധം മൂത്തിട്ടുണ്ട്, ഉണ്ടല്ലേ. ഈ സമയത്ത് വേണം നമ്മൾ ഇനി പൊടിവക ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ തേങ്ങയുടെ മൂപ്പ് നമ്മൾ അറിയാതെ പോകും. എല്ലാം ഇനി പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പം നമ്മുടെ തേങ്ങ എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല ബ്രൗണിഷ് കളറായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. ഇതാണ് അതിൻ്റെ പരുവം. കണ്ടോ, തേങ്ങ എല്ലാം ആറിയിട്ടുണ്ട്. നമുക്കിനി ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല പേസ്റ്റ് പോലെ അരച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് തയ്യാറാക്കാം. അപ്പം നമ്മൾ കുറച്ച് വെള്ളം ചട്ടിക്കകത്ത് ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്നു. നമ്മൾ മീനൊന്നും അധികം വേവില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, കണ്ടില്ലേ. ഇനി പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. പുളിക്ക് നല്ല ഔഷധ ഗുണമുള്ളതാണ്. നമ്മൾ രുചി മാത്രമല്ല, ആയുർവേദ വിധിപ്രകാരം നല്ല ഔഷധ മൂല്യമുള്ളതാണ് വടക്കം പുളി. അപ്പോൾ ഈ പുളി വെന്ത് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് കളയരുത്, കഴിക്കുന്നത് നല്ലതാണ്. വെള്ളമൊന്ന് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണം പറക്കി ഇട്ട് കൊടുക്കാം. എപ്പോഴും മീൻ കഷ്ണം നമ്മൾ കൈകൊണ്ട് പറക്കി ഇട്ട് കൊടുക്കണം. അതിനകത്ത് ഊറി വരുന്ന വെള്ളം യാതൊരു കാരണവശാലും ഇതിൻ്റെ കൂടെ ഒഴിക്കരുത്. മീനൊക്കെ ഇരിക്കും തോറും വെള്ളം ഊറി വരും. അപ്പോൾ ആ വെള്ളം വെറുതെ ഇതിലോട്ടാക്കാതെ പറക്കി തന്നെ ഇടുക. അപ്പം മീൻ്റെ ഒരുവിധം നമ്മൾ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ അരപ്പിട്ട് കൊടുക്കാം. വറുത്തരച്ചതായതുകൊണ്ട് നമ്മൾ ഒരുപാടിട്ട് തിളപ്പിക്കാൻ നിൽക്കരുത്. നമ്മൾ വെറുതെ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഇളക്കുന്നത് പിന്നെ മതി. ഒന്നുകൂടെ ഒന്ന് തിളക്കട്ടെ. അപ്പോഴത്തേന് നമുക്ക് ഇപ്പോൾ നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, കണ്ടില്ലേ, തന്നെ പടരുന്ന കണ്ടില്ലേ അരപ്പ്. അപ്പോൾ നമ്മൾ ഇളക്കാനൊന്നും നിൽക്കണ്ട. നല്ലൊരു തിക്ക് ഗ്രേവിയോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട്.
നല്ല ടേസ്റ്റാണ് ഇങ്ങനെ എടുത്താൽ. ചോറിന് വേറെ ഒരു കറിയും വേണ്ട, ഒഴിച്ചുകൂട്ടാനും വേണ്ട, ഒന്നും വേണ്ട, ഈ ഒരൊറ്റ കറി മതി. ഈ ഗ്രേവി കൂടുതൽ വേണ്ടുന്നവർക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളമോടെ ചേർക്കാം. ഉണ്ടല്ലേ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ഇതിനകത്തൊരു ഇച്ചിരി ഡെക്കറേഷനൂടെ ചെയ്യാം. ഈ പച്ചക്കരിവേപ്പില ഇട്ട് കൊടുക്കുവാണ്. ശകലം പച്ച വെളിച്ചെണ്ണ, ഒരുപാട് ഒഴിക്കുന്നില്ല. നമ്മൾ തേങ്ങ വറുത്തപ്പോഴൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു, അതുകൊണ്ട് ഒരുപാട് വേണ്ട. ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അപ്പോൾ മീനിൻ്റെ പുറത്ത് വെളിച്ചെണ്ണയൊക്കെ വന്ന് നല്ലൊരു, ഇനി തീ ഓഫ് ചെയ്യാൻ, കണ്ടോ തിളച്ചു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.